LGയുടെ പുതിയൊരു ഫോൺ ഇന്ത്യയിൽ റിലീസായിട്ടുണ്ട്. LG G8s Thinq, ഹാൻഡ് ഐ ഡി, എയർ മോഷൻ, ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഈ ഫോൺ ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണ് വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LG G8s Thinqയുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. LG G8s Thinq വരുന്നത് 6.21 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ OLed ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ HDR10ൻ്റെയും അതുപോലെ തന്നെ ഡോൾബി വിഷൻ്റെയും സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഫ്രണ്ടിൽ വലിയൊരു നോച്ചാണ് ലഭിക്കുന്നത്. നോച്ച് വലുതാവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ നമുക്ക് ഫ്രണ്ടിൽ ഫ്രണ്ട് ക്യാമറ മാത്രമല്ല TOF ലെൻസും അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് സെൻസേഴ്സും ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ബാക്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ IP68 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 855 എന്നുള്ള പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പം വളരെ മികച്ചൊരു പെർഫോമൻസ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 6GB RAM ആണ് കൊടുത്തിരിക്കുന്നത്. 128GB ഇൻറ്റേർണലും നമുക്ക് ലഭിക്കുന്നുണ്ട്. Android 9 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 12 മെഗാപിക്സലിലെ f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 13 മെഗാപിക്സലിലെ f2.4 അപ്പേഴ്സിൽ വരുന്ന സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 137 ഡിഗ്രിയാണ്. പിന്നെ 12 മെഗാപിക്സലിലെ f2.6 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ 3 സെൻസേഴ്സും ഒരേ സമയം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു TOF ലെൻസും വരുന്നുണ്ട്. കമ്പനി ഒരു TOF ലെൻസിനെ Z ക്യാമറ എന്നാണ് വിളിക്കുന്നത്. അൺലോക്കിങ്ങിനായിട്ട് ഈ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുതുതായിട്ടുള്ള ഹാൻഡ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ ഭാഗത്തോട്ട് കൈ കാണിച്ചിട്ട് നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിലെ വെയിൻസ് ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ആവുന്നത്. പിന്നെ ഈ ഫോണിൽ എയർ മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചില ജസ്റ്റേഴ്സ് ഒക്കെ കാണിച്ചിട്ട് നമുക്ക് ഫോണിൻ്റെ ചില ഫംഗ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ലഭിക്കുന്നത്. പിന്നെ DTS-X സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 3550 mAh ബാറ്ററി മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 36,990 രൂപയാണ്. ഹാൻഡ് ഐ ഡി, എയർ മോഷൻ, അതുപോലെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. പക്ഷേ ഇതൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് OnePlus 7T അതുപോലെ Asus ROG Phone 2 പോലുള്ള ഫോണുകളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ Redmi K20 Pro പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണുകളുടെയൊക്കെ ഇടയിൽ LG G8 6 പിടിച്ചു നിൽക്കാൻ ഇത്തിരി പാടുപെടേണ്ടി വരും.